അതിലേക്ക് ശേഷം കണ്ടപ്പോൾ നല്ല വൈബും നല്ല ഒരു ഫീലിങ്സ്, ഒരു നൈസ് മൂവി. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ? നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു. പഴയതിനേക്കാളും ഒരു നല്ല എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് നല്ല ഫീലിങ്സിനുണ്ട്. എങ്ങനെ ഇപ്പോഴത്തെ സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ കണ്ടപ്പോൾ? അടിപൊളിയായിരുന്നു. ഓക്കെ, സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓക്കെ, സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അവസാന ദിവസങ്ങളാണ് ഇപ്പോൾ ഈ സിനിമകളിൽ നിന്ന് കുറച്ചാളെയും ഒന്ന് വിട്ടുകയും പോകണം. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തുള്ള പഴയ എവർഗ്രീനുള്ള സിനിമകളൊക്കെ ഇപ്പോഴത്തെ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പുതിയ അനുഭവമാണ്, ഒരു ട്രീറ്റാണ്, ഒരു വിജയ ആരാധന സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യമാണ്. നല്ല പണ്ട് അമൃത ടി വിയിലാണ് ഈ സിനിമ ഞാൻ പണ്ട് ഡബ് ചെയ്തായിട്ട് കാണുന്നത്, പണ്ട് ഫുള്ളായിട്ട്. പിന്നീട് ഇതിൻ്റെ ഓരോ വിഷ്വൽസ് കാണുമ്പോഴും ഇതൊന്നും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയെന്ന് ആഗ്രഹിച്ചപ്പോഴുണ്ട്. ഇപ്പോൾ ഗില്ലി ആയാലും, മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഗൾഫിലാണ്. അപ്പോൾ ഗില്ലി റീ റിലീസായാലും വിജയുടെ മുമ്പത്തെ ഈ റിലീസ് എല്ലാ സിനിമകളായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വിജയ് സിനിമ റീ റിലീസ് ചെയ്ത സിനിമ കാണാൻ പറ്റിയത്. 4K കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ഞാൻ മുന്നേ കുറച്ച് സീൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുള്ളായിട്ട് നല്ല എക്സ്പീരിയൻസ്. സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, വിജയ് ഫാനാണോ? വിജയ് ഫാനാണോ? വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എങ്ങനെയുണ്ട്? നല്ലോണം പഴയ ഫൈറ്റിനൊക്കെ പഴയ രീതിയിൽ റിയലിസ്റ്റിക് അല്ലല്ലോ, മറ്റേ സൗണ്ടും എല്ലാം പഴയ രീതിയിൽ. എങ്ങനെ ആ സൗണ്ട് എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. നല്ല ഖുഷി സിനിമ കിടിലമാണ്. കാരണം 2000-ൽ ഞാൻ ശ്രീപത്മനാഭ തിയേറ്ററിൽ കണ്ടാണ്. ഇവിടെ 100 ദിവസത്തിന് മുകളിൽ തിരുവനന്തപുരത്ത് ഓടിയ ഒരു സിനിമയാണ്. വിജയുടെയും ജ്യോതികയുടെ ഒക്കെ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ്. റീമാസ്റ്ററിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു കിടില ഇതിൽ വന്നിട്ടില്ല. ഒരു അപ്സ്കെയിലിംഗ് വെർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ ഒരു പവറൊന്നും കിട്ടിയില്ല. പക്ഷേ പാട്ടുകളൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ സീൻസിലൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ തോന്നി. ഒരു പ്രോപ്പർ റീമാസ്റ്ററിങ് അവർ ചെയ്തിട്ടില്ല. പക്ഷേ സിനിമ കിടിലായതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പറഞ്ഞാൽ ഫുൾ സിനിമ നല്ല രസമാണ്. ക്യൂട്ട് ലവ് സ്റ്റോറി അല്ലേ. കാരണം വിജയുടെ പൂവേ വനക്കാകെ തുള്ളാത മനവും തുള്ളും ഖുഷി, ഈ 3 പടങ്ങൾ കേരളത്തിൽ വൻ സ്വീകാര്യത നേടിയതാണ് ആ സമയം. ഇതിന് ഭയങ്കര ഹിറ്റായിരുന്നു. 100 ദിവസത്തിന് മുകളിൽ ഓടിയ പടം. ആ രീതിയിൽ നമുക്ക് വീണ്ടും കാണുമ്പോൾ ആ ഒരു മെമ്മറീസ് ഭയങ്കര രീതി വരും. ജ്യോതികയായാലും വിജയൻ, പിന്നെ എസ് ജെ സൂര്യയുടെ ഒരു ഡയറക്ഷൻ വീഡിയോ. ഇപ്പം വാലിയും ഖുഷി രണ്ടും കിടിലം പടമായിരുന്നു എസ് ജെ സൂര്യ സംവിധാനം ചെയ്തത്. പിന്നെയാണല്ലോ അഭിനയത്തിലോട്ടൊക്കെ പുള്ളി വന്നത്. പുള്ളിയുടെ ഒരു സ്ഥിരം നമ്മൾ കാണുന്ന ഒരു തമിഴ് സിനിമ ശൈലിയല്ല. അപ്പോഴും വന്നപ്പോഴും അങ്ങനെ, ഇപ്പോഴും റിപ്പീറ്റ് കാണുമ്പോഴും അത് ഒരു ഭയങ്കര രസമാണ്. റീമാസ്റ്ററിംഗ് കുറച്ചും കൂടെ നന്നാവുന്നുണ്ട്. മോശമല്ല, എന്നാൽ കിടിലുമല്ല, ഒരു മിഡ് ആയിട്ടുള്ളൊരു സാധനം. കട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ കട്ടുണ്ട്. കാരണം 3 മണിക്കൂറോളം അടുപ്പിച്ച് വരും പടം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പം 3:50 തീർന്നില്ല, ഇൻട്രോയിൽ ഉൾപ്പെടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കണ്ടോ കട്ടുണ്ട്. കുറച്ച് സീൻസൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ ഏതൊക്കെയാണ് കട്ടെന്ന്. പക്ഷേ പാട്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കട്ടിപ്പൊടി ആയാലും മേഘം കറുക്കതായാലും പാട്ട് ഫുള്ളെല്ലാം ഉണ്ട്. പിന്നെ സിനിമയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള സീൻസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ചെറിയ കുറച്ച് സീൻസ്, ഇപ്പം ജ്യോതികയുടെ കൊച്ചിലുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ ഒരു എന്താ പറയുക, നമുക്കൊരു മെമ്മറി റീവിസിറ്റാണ്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കൊള്ളായിരുന്നു. അവർ കുറേ പേര്, ചിലവർ തിയേറ്ററിൻ്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ റീൽസ് ഇടാൻ നോക്കുകയും അല്ലെങ്കിൽ ആ ഡയലോഗുകൾ കൂടെ പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്ക് അരോചകമായിട്ട് തോന്നി, കുറച്ച് പേര് അത് എൻജോയ് ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ ഒരു ഡീസൻറ്റ് റിലീസിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. 25 വർഷമല്ലേ പടത്തിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ മെമ്മറി റീവിസിറ്റ്. പക്ഷേ റീമാസ്റ്റർ അവർ കുറച്ചും കൂടെ കിടിലായിട്ട് ചെയ്യണമെന്നായിരുന്നു എനിക്കൊരു. പിന്നെ ഇത് അങ്ങനെയുള്ളൊരു പടമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലായാലും നല്ല പ്രിൻറ്റ് കിട്ടും, ആമസോൺ പ്രൈമിലായാലും നല്ല പ്രിൻ്റുണ്ട്. നമ്മൾ തിയേറ്ററിൽ വന്ന റീമാസ്റ്റർ 4K എന്നൊക്കെ പറഞ്ഞ് ഒരു പബ്ലിക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി വേണമായിരുന്നു. ആ ഒരു ക്വാളിറ്റി വന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ വിജയുടെ അണ്ണൻ്റെ ഒരു സിനിമ കണ്ടാലും അതിനകത്ത് ഒരു ഫീലാണ്, ആ ഒരു ഫീലാണ് സിനിമ. എന്ന് വെച്ചാൽ അത്ര ഓളം ഇല്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള ആൾക്കാരും എല്ലാമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരേ വിജയ സിനിമ ഇറങ്ങുമ്പോഴും ഒരേ ഇതുണ്ടല്ലോ, അതിനുള്ള എല്ലാം ഉണ്ടായിരുന്നു. റീ റിലീസിൻ്റെ വേറെ ഘട്ടം പോലെയാണ്. കൊള്ളാം, പടം നല്ല വൈബായിരുന്നു. വലിയ ആളില്ലെങ്കിലും പക്ഷേ കിട്ടാണ്ടുള്ള കിട്ടിയിട്ടുണ്ട് വൈബ്. പിന്നെ 2000 ഇറങ്ങിയ പടമല്ലേ, അപ്പോൾ ഈ 2025 ഇപ്പോൾ ഇറക്കുമ്പോൾ അതേ ഇതുണ്ട്. വെച്ചാൽ ഇപ്പോൾ ഇറക്കുന്ന പോലെ സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് എഫക്റ്റ് കുഴപ്പമില്ലാത്ത വലിയ രീതിയാണ്. എന്ന് വെച്ചാൽ താഴത്തെ ഇതിനെ വെച്ചിട്ട് കുഴപ്പമില്ല. താഴത്തെ സ്ക്രീൻ വെച്ചിട്ട് ഈ സ്ക്രീൻ കുഴപ്പമില്ല, രണ്ടാമത്തെ സ്ക്രീനാണ് കുഴപ്പമില്ല. വലിയ തരക്കേടില്ലാത്ത സൗണ്ട് തന്നെ, സൗണ്ട് കൊള്ളായിരുന്നു. കളർ ഗ്രേഡിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കളർ ഗ്രേഡിങ് കുഴപ്പമില്ല. 4K ആയിട്ട് വന്നിട്ടില്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടുപിടിക്കാം. സൂപ്പറായിരുന്നു. സ്ക്രീൻ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്, വേറെ ലെവലായിരുന്നു. സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ടൊക്കെ ബെറ്ററാണ്. ഈ പ്രിന്റിൽ എന്തെങ്കിലും കട്ട് ചെയ്ത പോലെ തോന്നിയോ? കട്ട് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട്.
തോന്നിയിട്ടുണ്ട്. ഒരു രംഗം എന്തോ കട്ട് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട്. ശരിക്കും വിജയന്റെ മാസ് പടങ്ങൾക്കുള്ള ഒരു ഫാൻസിന്റെ ഓളം ഈ പടത്തിന് കുറവാണ്. പടത്തിന് ഇല്ല. എന്തോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. കാരണം സെപ്റ്റംബർ 25-ാം തീയതി ആയിരുന്നു റിലീസ്. അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ ഇല്ലായിരുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല. കൃഷിക്ക് സ്വാഭാവികമായിട്ട് അത്ര ഫാൻസ് ബേസ് ഇച്ചിരി കുറവാണ്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് ജെയ്സുകളൊക്കെ അതിനോട് താല്പര്യം കാണത്തുള്ളൂ. എല്ലാവർക്കും ആ താല്പര്യം ഉണ്ടാവുന്നില്ല. ഇനി റിലീസ് വരുവാണെങ്കിൽ ഏത് പടമാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഷാജഹാൻ യൂത്ത് അങ്ങനത്തെ എന്ന് വെച്ചാൽ അതിൻ്റെ ചൈൽഡ്ഹുഡിൽ കണ്ട മൂവീസ് അങ്ങനെയാണ്. ഇത് പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം. 2000 ഇറങ്ങിയ മൂവിയാണ്. ആ ടൈം എനിക്ക് 4 വയസ്സ് 5 വയസ്സായിട്ടേ ഉള്ളൂ.